ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മധുര സംഗീതം അവശേഷിപ്പിച്ച് ആശാ ഭോസ്ലെ വിട പറഞ്ഞു. മൺമറഞ്ഞത് തലമുറകളെ സ്വാധീനിച്ച ആലാപന ശൈലിക്ക് ഉടമ. സംസ്കാരം നാളെ മുംബൈയിൽ. ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ തിരിമറി, കരിഞ്ചന്ത, അനധികൃത സംഭരണം തുടങ്ങിയവ തടയാൻ പരിശോധന ശക്തം. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ പൂരാവേശത്തിന്റെ തിരക്കിലേക്ക്. തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ, നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം ഇന്ന് നടന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രശസ്ത ഗായികയും പത്മവിഭൂഷൺ ജേതാവുമായ ആശാ ഭോസ്ലെ മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കും. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. വിയോഗം സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വൈവിധ്യമാർന്ന ശബ്ദത്തിലൂടെ ആശാജി ഇന്ത്യൻ സംഗീതത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചതായി ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അതുല്യമായ ആ സംഗീതയാത്ര ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജാതി, മത, ലിംഗ ഭേദമന്യേ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ അനേകായിരം ഗാനങ്ങൾക്ക് ശബ്ദ മാധുരി പകർന്ന ആശാ ഭോസ്ലെ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കിനാവ് കാണാൻ, വേദനകൾ മറക്കാൻ, ആഹ്ലാദിക്കാൻ ഒക്കെയും നമുക്ക് കൂട്ടുവന്ന ശബ്ദം. 1950കളിൽ ആരംഭിച്ച കരിയറിൽ ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലുമായി 12,000-ലേറെ ഗാനങ്ങൾ ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. എട്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ആശാ ഭോസ്ലെ പാടിത്തീർത്ത ഗാനപ്രപഞ്ചത്തിൽ വൈവിധ്യമാർന്ന പ്രണയഗാനങ്ങളും ഗസലുകളും മുതൽ പെപ്പി നമ്പറുകൾ വരെ സൂക്ഷ്മമായി ഇഴചേർക്കാൻ ആ ശബ്ദമാധുരിക്ക് കഴിഞ്ഞു. ദമ്മാരോ ദം, പിയാത്തു അബ്ദോ ആജ പോലെയുള്ള റോക്ക് നമ്പറുകൾ പാടിയ അതേ ആശാ ഭോസ്ലെ തന്നെയാണ് ഹേരത്തോൺ കെ സിൽസിലെ, ജാനെ തോ മുझे പോലെയുള്ള ഗസലുകളും പാടിയത്. മധുബാല, സീനത്തമൻ, കജോൾ എന്നീ ബോളിവുഡ് നടിമാരും പത്മിനി, വൈജയന്തിമാല അടക്കമുള്ള ദക്ഷിണേന്ത്യൻ നായികമാരും ഹിറ്റ് ഗാനരംഗങ്ങളിൽ ചുവടുവെച്ചത് ആശാജിയുടെ മധുര ശബ്ദത്തിനൊപ്പമായിരുന്നു. മഹാരാഷ്ട്രയിലെ നാട്ടുരാജ്യമായ സംഗലിയിൽ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ജനിച്ച ആശാ ഭോസ്ലെ പിതാവിന്റെ മരണത്തെ തുടർന്ന് സഹോദരി ലതാ മങ്കേഷ്കറുടെ പാത പിന്തുടർന്ന് പിന്നണി ഗാനരംഗത്ത് സജീവമാവുകയായിരുന്നു. 10ാം വയസ്സിൽ മറാത്തി ചലച്ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി പാടുന്നത്. OP നയ്യാർ, RD ബർമൻ എന്നിവർ ചിട്ടപ്പെടുത്തിയ നിരവധി ഗാനങ്ങൾക്ക് ആശാജി ശബ്ദം പകർന്നു. 1980കളിൽ ഗസലുകൾ പാടിയും 62ാം വയസ്സിൽ AR റഹ്മാന്റെ രംഗീലയിലൂടെ താരപദവി വീണ്ടെടുത്തും ആശാ ഭോസ്ലെ ആരാധകരെ ഇടയ്ക്കിടെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. സുജാത എന്ന സിനിമയിൽ രവീന്ദ്ര ജെയിനിന്റെ സംഗീതത്തിൽ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന മലയാള ഗാനവും അവർ പാടിയിട്ടുണ്ട്. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. 2 വട്ടം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. സ്വരമാധുരിയിലൂടെ ആരാധകരുടെ ജീവശ്വാസമായ സംഗീത വിസ്മയമാണ് വിടവാങ്ങുന്നത്. ആശാ ഭോസ്ലെക്ക് സംഗീതപ്രേമികളുടെ ആശാതായ്ക്ക് വിട. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മാറുന്ന കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഇണങ്ങും വിധം സ്വയം നവീകരിച്ച ഗായികയായിരുന്നു ആശാ ഭോസ്ലെയെന്ന് പ്രമുഖ സംഗീത നിരൂപകനും എഴുത്തുകാരനുമായ രവി മേനോൻ ആകാശവാണി വാർത്തകളോട്. ധാരാളം വെല്ലുവിളികളും പരീക്ഷണങ്ങളും നിറഞ്ഞ ബാല്യ കൗമാരങ്ങളായിരുന്നു ആശാ ഭോസ്ലെയുടേത്. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നിറഞ്ഞായിരുന്നു അവരുടെ സംഗീത ജീവിതത്തിന്റെ തുടക്കവും. ആശാജിയെ സാധാരണക്കാരനായ ഇന്ത്യക്കാരന്റെ ഹൃദയവുമായിട്ട് വിളക്കിച്ചേർത്തത് OP നയ്യാർ എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ്. ആശയുടെ ശബ്ദത്തിന്റെ അപാര സാധ്യതകൾ ഔചിത്യപൂർവ്വം പ്രയോജനപ്പെടുത്തിയ മറ്റൊരു സംഗീത സംവിധായകനാണ് RD. മാറുന്ന കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഇണങ്ങും വിധം സ്വയം നവീകരിച്ചുകൊണ്ടിരുന്നു അവർ. AR റഹ്മാന് വേണ്ടി രംഗീലയിലെ രംഗീലാരെയും
തൻഹ തൻഹയും പാടിയ ആശ 1990കൾക്കും പ്രിയങ്കരിയായി. ആശയുടെ ഈ വേർപാട് ഇന്ത്യയിലെ സിനിമാ സംഗീത പ്രേമികളെ സംബന്ധിച്ച് ഒരിക്കലും നികത്താൻ പറ്റുന്ന ഒന്നല്ല. അവരുടെ ഗാനങ്ങളിലൂടെ നമുക്കൊപ്പം അവർ പാടിക്കൊണ്ടേയിരിക്കും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭാ ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വനിതാ സംവരണ ബിൽ ഭേദഗതിക്ക് അംഗീകാരം നൽകാൻ എല്ലാ അംഗങ്ങളും ഒരുമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാംഘട്ട വോട്ടെടുപ്പിന് 11 ദിവസം ശേഷിക്കെ പശ്ചിമബംഗാളിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി കവാഖാലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി റാലികളിൽ സംസാരിച്ചു. പശ്ചിമബംഗാളിൽ ഈ മാസം 23-ന് 1ാംഘട്ട വോട്ടെടുപ്പും 28-ന് 2ാംഘട്ട വോട്ടെടുപ്പും നടക്കും. തമിഴ്നാട്ടിലും പ്രചാരണം ഊർജിതം. ശ്രീ നരേന്ദ്രമോദി നാളെ വൈകുന്നേരം BJP പ്രവർത്തകരുമായി സംവദിക്കും. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ പരമക്കുടിയിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചു. തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കന്യാകുമാരിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുക. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ 14-ന് ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. അന്നേ ദിവസം രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. LPG മേഖലയിലെ കരിഞ്ചന്ത, അനധികൃത സംഭരണം, ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ തിരിമറി തുടങ്ങിയവ തടയുന്നതിനായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് പരിശോധന ശക്തമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം നടത്തിയ പരിശോധനയിൽ 600-ലധികം LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കേരള LPG വാർ റൂമിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ മുഹമ്മദ് ഷഫീഖ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ സിറ്റി പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത്. മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അധ്യാപകൻ ജാതി അധിക്ഷേപം നടത്തിയതായി പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരാവേശത്തിന്റെ തിരക്കിലേക്ക്. പൂരത്തിന്റെ വരവറിയിച്ച് ഇന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂരിൽ രാവിലെ 10:45-നും 11:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു 2 പന്തലുകളുടെയും കാൽനാട്ട് നടന്നത്. ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ നിജി ജസ്റ്റിൻ, മുൻമന്ത്രി VS സുനിൽകുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടകക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. 20-നാണ് പൂരം കൊടിയേറുന്നത്. 24-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 26-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ശബരിമല സന്നിധാനത്ത് വിഷു ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ മാസം 15-നാണ് വിഷുപൂജ. 15-ന് പുലർച്ചെ 4 മുതൽ രാവിലെ 7 വരെ വിഷുക്കണി ദർശനവും വിഷുക്കൈ നീട്ടവും നടക്കും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴി തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. വൈകുന്നേരം 3:30-ന് ആരംഭിച്ച ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 165 റൺ വിജയലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. മധുര സംഗീതം അവശേഷിപ്പിച്ച് ആശാ ഭോസ്ലെ വിട പറഞ്ഞു. മൺമറഞ്ഞത് തലമുറകളെ സ്വാധീനിച്ച ആലാപന ശൈലിക്ക് ഉടമ. സംസ്കാരം നാളെ മുംബൈയിൽ. ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ തിരിമറി, കരിഞ്ചന്ത, അനധികൃത സംഭരണം തുടങ്ങിയവ തടയാൻ പരിശോധന ശക്തം. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ പൂരാവേശത്തിന്റെ തിരക്കിലേക്ക്. തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം ഇന്ന് നടന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.